ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമായ റെട്രോ കണ്ടു. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ട പടം തന്നെയായിട്ടാണ് ഇതിന്റെ എൻഡ് റിസൾട്ട് വന്നേക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ തന്നെ ആവാതിരിക്കാനുള്ള കാരണം പറഞ്ഞിട്ട് ആദ്യം തുടങ്ങാം. ഇത് നമ്മുടെ ഒരു തമിഴ് കൾച്ചർ, തമിഴന്മാർക്ക് കൂടുതൽ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ പൊളിറ്റിക്സും ഇതിലത്തെ കുറെ കാര്യങ്ങളും ഉള്ളത്. അത് മാത്രമല്ല, ഇതിന്റെ ഒരു എന്താ പറയുക, കൺവെൻഷൻ രീതി, നമ്മുടെ യൂഷ്വൽ ഒരു ആക്ഷൻ പടങ്ങള് സെറ്റ് ചെയ്യണ പോലെയല്ല ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പും കഥ പോകുന്ന രീതിയും കുറച്ച് റിലീജിയസ് ആണ്, കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും എത്രത്തോളം അത് മനസ്സിലാവും, കൺവിൻസിങ് ആയി വരുമെന്ന് എനിക്കറിയില്ല. ആ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ട് പറയുകയാണെങ്കിൽ, ഒരു സിനിമാറ്റിക് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിന്റെ മേക്കിംഗ്, ഇതിന്റെ മ്യൂസിക്, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂര്യയുടെ ഒരു കുറെ കാലത്തിന് ശേഷം ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് എനിക്ക് പേഴ്സണലി കാണാൻ സാധിച്ചു. പൂജയാണെങ്കിലും അത്യാവശ്യം സാധാരണ ടിപ്പിക്കൽ വെറുതെ ഒരു പാട്ട് ഡാൻസിന് വേണ്ടിയിട്ട് മാത്രം കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആളായിട്ടാണ് പൂജ വരാറ്. ഇതിലതിന്ന് മാറി നിന്നിട്ട് കുറച്ചും കൂടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു റോളുള്ള കഥാപാത്രമായിട്ടാണ് പൂജയ്ക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ ജോർജ് ആണെങ്കിലും നമ്മൾ കണ്ടുപടർന്ന ആ മൂപ്പരുടെ എക്സ്പീരിയൻസ് അത് ഷോ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് മൂപ്പരുടെ പെർഫോമൻസ്. കുറെ ആക്ഷൻസ് ഇതിലുണ്ട്, ഹിറ്റ് സോങ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് മൊത്തത്തിൽ നല്ലൊരു മേക്കിംഗ്, നല്ലൊരു സൂര്യയുടെ പെർഫോമൻസ് കാണാവുന്ന രീതിയിൽ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളിതില് ഭയങ്കര ഓവറായിട്ട് എന്താ പറയാ, ഈ കാർത്തിക് സുബ്രാജിന്റെ പേട്ട അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശ വരാനും നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇതിന്റെ ഒരു മേക്കിങ്ങും ഇത് പറയുന്ന രീതികളും ഇതിൽ അവര് ഉൾപ്പെടുത്തുന്ന പൊളിറ്റിക്സും ആശയങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല. അപ്പൊ അത് സിനിമാറ്റിക് എന്ന രീതിയിലും അതിന്റെ ആശയങ്ങൾ എന്ന രീതിയിലും രണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെ എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഓക്കെ ആയിരുന്നു, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഞാനൊരു 8.6 ആണ് ഇതിന്റെ റേറ്റിംഗ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.